ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. ബിക്കോസ് അസുഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് വരും. എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല തൊണ്ടവേദനയും കോൾഡും എല്ലാം ഉണ്ടായിരുന്നു ഒരു വീക്ക്. അതിന് മുമ്പേ നിങ്ങൾക്കറിയാം സർജറിയിൽ സെറ്റപ്പ് ആയിരുന്നു. അത് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കും. ഓൾ ഗുഡ്സ് നൗ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് ഞാൻ പുറത്തിറങ്ങി വ്ളോഗ് തുടങ്ങാം. ഇന്ന് മുതൽ ആക്റ്റീവ് ബാക്ക് അഗെയിൻ ഗൈസ്. അപ്പം നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങുമ്പം ഫസ്റ്റ് തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഷാസ് പറഞ്ഞ്, ബിക്കോസ് എൻ്റെ ഫോൺ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ എല്ലാം സെറ്റാക്കി അവൻ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ ഗൈസ്. യെസ്, നമ്മളിന്ന് ഐഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഐഫോൺ എടുക്കുകയാണ് ഗൈസ്. അപ്പം ഈ വീഡിയോ എടുക്കുന്നത് വിവോയിലാണ്, X200 Proയിൽ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഞാൻ സുഹേറിനെ വരാൻ പറ്റുന്നുണ്ട് ഐഫോൺ ഫോബിയാസിലോട്ട്. അപ്പം കുറച്ച് എന്തെങ്കിലും ബി റോൾ പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഷോർട്സിന് വേണ്ടി എടുക്കാനുണ്ട്. അപ്പം അവനാണ് നമ്മളെ ലൈക്കേർ അതും ഷൂട്ട് ചെയ്തത്. ലെറ്റ് സി, ഐഫോൺ പോയി നോക്കാം ഗൈസ്. വെരി എക്സൈറ്റഡ്. ഇന്നലെ ഞാൻ കാർത്തിക്കിൻ്റെ ഫോൺ കണ്ടത് മുതൽ ഞാൻ ഇങ്ങനെ കൊതിയും പിടിച്ചിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും ഓറഞ്ച് ഐഫോൺ, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ദൈവദൂതൻ വിളിച്ചിട്ട് പറഞ്ഞു, പോയി എടുത്തോ, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു സന്തോഷത്തിൽ കാറി കയറി നേരെ ഐഫോൺ ഫോബിയാസിൻ്റെ ഷോറൂമിൽ പോവുകയാണ് ഗൈസ്. അവിടെ ഇനി പ്രാങ്ക് വല്ലതും ആണെന്ന് അറിഞ്ഞുകൂടാ. പോയി ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം ഗൈസ്. ലെറ്റ് സി. അപ്പോൾ അവിടെ വെച്ച് കാണാം. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ഐഫോൺ ഫോബിയാസ് എത്തിയിരിക്കുകയാണ്. സുഹേർ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ലെറ്റ് സി ഗൈസ്. എനിക്ക് കയറാൻ ഒരു ചമ്മൽ, ഫോണൊക്കെ എടുക്കാൻ വരുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഗൈസ്, ചെറിയൊരു ചമ്മലൊക്കെയാണ്. ഞാൻ എന്തായാലും സുഹേറിനെ ഒന്ന് വിളിച്ചോട്ടെ ഗൈസ്. അവനോട് വന്നിട്ട് ഒരുമിച്ച് കയറാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഐഫോൺ ഫോബിയാസിലെത്തിയിരിക്കുകയാണ്. ആസ് ഓൾവേസ് കൂടെ സുഹേറും ഉണ്ട്. വേറെ ഇന്നെന്താണ് നമ്മൾ പരിപാടി? ഇങ്ങനത്തെ ജൈജാൻറ്റിക് പരിപാടികൾക്ക് മാത്രമാണ് സുഹേർ ചാടി ഓടി വരും, അല്ലെങ്കിൽ അവനെ കിട്ടൂല ഗൈസ്. സത്യം കേട്ടാ, ഞാൻ വിചാരിച്ചില്ല. ഓൾ ഓഫ് എ സഡൻ എന്നടാ എൻ്റെ അടുത്ത് പറഞ്ഞ് വാ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ അതല്ലേ നിന്നെ വിളിച്ചത് ഗൈസ്. നമ്മുടെ ഒഫീഷ്യൽ ഇങ്ങനത്തെ വലിയ വലിയ ജൈജാൻറ്റിക് സമയത്തൊക്കെ സുഹേറാണ് കൂടുതലും നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഫോൺ വരട്ടെ ഗൈസ്, നമുക്ക് നോക്കാം. എക്സൈറ്റഡ്. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു സിൽവർ മതിയോ? ഞാൻ ചോദിച്ചു നോ, നമ്മൾ വാങ്ങിക്കുമ്പം ഓറഞ്ച് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പേരെങ്ങനെയാണ്? ഫാരിസ് അല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് ഓറഞ്ച് ഐഫോൺ കിട്ടിയിരിക്കുകയാണ്. ഇന്നലെ കാർത്തികിൻ്റെ അത് കണ്ട് വെള്ളം ഇറക്കിയതേ ഉള്ളൂ. അതിനകത്ത് ഇത് പ്രോമാക്സ് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വാങ്ങിക്കുകയാണ്. താങ്ക് യു ഫാരിസ് ബ്രോ. ഇതാണ് അങ്ങനെ ഈ വർഷത്തെ കളർ ഓറഞ്ച് ഐഫോൺ. അതിന് 256 അല്ലേ? എൻ്റെ കയ്യിൽ എൻ്റെ 1 TB ലെക്സറിൻ്റെ SSD ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും 256 ആണ് എടുക്കുന്നത്. സോ ഇത് മതി, നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റേ 1 TB ആണ് എടുത്തത് കാർത്തി. അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ കുറച്ച് അൺബോക്സിങ്ങും പരിപാടികളും ഇവിടെ വെച്ച് തന്നെ അങ്ങ് ചെയ്യാം ഗൈസ്. എന്നിട്ട് വരാം ഗൈസ്. ഇതിൽ നമ്മൾ അൺബോക്സിങ്ങിൻ്റെ വ്ളോഗും ഇതിൽ നമ്മൾ അൺബോക്സിങ്ങിൻ്റെ ഷോർട്സും എടുക്കുകയാണ് ഗൈസ്. അപ്പം ഇതാണ് ഫോൺ 256 17 Pro Max ഓറഞ്ച്. അപ്പോൾ നമ്മൾ പൊളിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അൺബോക്സ് ചെയ്ത കത്തുന്ന സർപ്രൈസ് ഒന്നുമില്ല. ആ ഫോണ് മാത്രമേ കാണത്തുള്ളൂ, അത് വേറെ കേസ്. അപ്പം അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മൾ വർക്കെല്ലാം ഫ്ലൈറ്റിൽ പോയി ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് കാർത്തിക് നമ്മളിത് കടയിൽ വെച്ച് അൺബോക്സ് ചെയ്യുന്നു. നിൻ്റെ അത്രയ്ക്ക് സാഹസം ഇതതിൻ്റെ വണ്ടിയൊന്നുമില്ല, വീണ് സീനാലോചിച്ചു. അതുകൊണ്ട് ഗൈസ് നമുക്ക് ശ്യാമല്ലേ ഭയങ്കര ഒരു ടൈറ്റാനിയം പിടിച്ചിട്ട് എന്ത് പ്രത്യേക വേറൊരു ഫീൽ കേട്ടാ. അലൂമിനിയം ആപ്പിളിൻ്റെ ബഡ്ജറ്റ് കട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. പക്ഷെ സൂക്ഷിക്കണം. ഈ പ്രാവശ്യത്തെ ഐഫോൺ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അപ്പം നമ്മൾ പീലിങ്ങും കൂടെ ബാക്കി. പീല് പോയി. രസമാണല്ലേ, ലൈറ്റ് വെയിറ്റായി. വെയിറ്റ് കുറഞ്ഞു, നല്ല വെയിറ്റ് കുറഞ്ഞു. നമ്മൾ ഓണാക്കുകയാണ്. ആപ്പിൾ ലോഗോ വന്നിരിക്കുകയാണ്. ആപ്പിളിൻ്റെ ലോഗോ ഗൈസ്. അങ്ങനെ ഹലോ വന്നിരിക്കുകയാണ്. വി ഹാവ് സക്സസ്ഫുള്ളി സെറ്റാക്കി. ഇനി ഇതിപ്പോൾ ഇതൊന്ന് മലയാളം വെയിറ്റ് ഇംഗ്ലീഷ്. ഇതിനി ഒന്ന് സെറ്റാക്കിയിട്ട്
നമ്മൾ കോപ്പിയാണ് എൻ്റെ ഫോണിൽ നിന്ന്, എന്നിട്ട് ഇത് എക്സ്ചേഞ്ച് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഗൈസ്. ഇവിടെ ട്രാൻസ്ഫർ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് പോസ്റ്റ് നോക്കാം ഗൈസ്. ഇല്ലെങ്കിൽ ഒന്നേന്ന് ക്ലൗഡിൽ നിന്ന് എടുക്കേണ്ടി വരും. നോക്കാം, നല്ല ടൈം എടുക്കുന്നുണ്ട്. മൈ ഫുഡി പാർട്ണർ ഇസ് ഹിയർ ഗൈസ് ആൻഡ് ഐഫോൺ പാർട്ണർ ഇസ് ഹിയർ. Hey man. ഇന്നലെ കണ്ട് എടുത്ത് ഒക്കെയാണ് നമ്മൾ വളരെ ഫാസ്റ്റ് ആണ്. ഇത് ഞാൻ കൊടുത്തേക്കുന്നു മറ്റേ ട്രാൻസ്ഫർ ചെയ്യാൻ. ഓറഞ്ച് എടുത്താ എനിക്ക് വയ്യ. ഇതൊക്കെയാണ് ഹലോ ബ്രോ സുഹേർ, ഇതൊക്കെയാണ് ഗൈസ് ഒരു എന്താ പറയാ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു. വിചാരിച്ചു എടുത്തു, അത്രേ ഉള്ളൂ. നമ്മൾ പൊളിച്ച് ഓറഞ്ച് ഐഫോൺ ആൾക്കാരാണ് ഗൈസ്. ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നു. സമയം എടുക്കണം അല്ലേ? ഓക്കെ, ഞങ്ങൾ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ ഗൈസ്. ഞാനല്ല അവൻ പോയി ഗൈസ്. ഈ സാധനത്തിൻ്റെ ഈ നമ്മൾ ഐഫോണിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ കൊടുത്തേക്കാണ് ഗൈസ്. ഇവിടെ അല്ല, അത് ഇടുന്നില്ല ഗൈസ്. നമ്മളങ്ങനെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ അതൊന്നും ഇടൂല. ഓക്കെ ഗൈസ്, നമ്മള് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുക. നേരത്തെ സ്റ്റിക്കർ സ്ക്രീൻ ഗാർഡ് അങ്ങനെയും പറയാടാ, അത് സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. എടാ, ഞാൻ നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞു കാർത്തി, കാണേണ്ടോ? എന്നിട്ടാണ് നീ ഞാൻ കാണുമെന്ന് പറയുന്നത്. വെരി ബാഡ്. സിംഗിൾ ആണെങ്കിൽ എന്തൊക്കെയാണ് കേസ് എന്റെ വ്ളോഗിൽ വന്ന് അടിച്ചു വിടുന്നത് നോക്കിയാണ്. വന്നു കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ്, കൊണാണ്ടറി വ്ളോഗാണ്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും കേസ് പുലിവാൽ കല്യാണത്തിലെ ജഗതി ശ്രീകുമാർ മറ്റേ ഉടുപ്പ് വിട്ടിട്ട് ചെന്നിരിക്കുമല്ല, ഐഫോണിന്റെ ആപ്പിൾ പ്രോഡക്ട്സിന്റെ ഇടയില് ഗാലക്സി S24 അവിടെ ഉണ്ട് ഗൈസ്. ഇതാണ് ഒട്ടിച്ചത് 470 Pro Max. അപ്പൊ അത് ഒട്ടിക്കുന്ന പരിപാടി ഗൈസ്. ഇനി പക്ഷേ ഈ സിം നമുക്ക് പക്ഷേ ഈ സിമ്മിൽ കുറച്ച് പണിയുണ്ട്. അത് നാളെ വല്ലതും പോയി എയർടെല്ലിൽ പോയിട്ട് സെറ്റ് ആക്കേണ്ടിയിരിക്കുന്നു. അത് വർക്കാവുന്നില്ല. അപ്പം അതും കൂടെ നാളെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും പുതിയ ഫോൺ. അങ്ങനെ കോൺസെൻട്രേഷൻ കളയാതെ 4 ബബിൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഗ്ലാസ് വെച്ചിട്ടുള്ള കളികളാണ്. ഇവൻ കാരണം ഇവിടെ നാശനഷ്ടങ്ങളെ ഉണ്ടാകത്തുള്ളൂ. 4 ബബിളൊക്കെ വന്നിട്ട് അടുത്തെടുക്കേണ്ടി വരും. അകത്തൊരു വലിയ ഐലൻഡ് വന്നു. നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടാ. ഇവ ഇങ്ങനെ പലതും പറയും, വെറുതെ കോൺസെൻട്രേഷൻ കളയിപ്പിക്കാൻ വേണ്ടിയാണ്. 4 ബബിള് വരുത്തിയിട്ടാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് കോൺസെൻട്രേഷൻ ശരിയാക്കണം. കാർത്തി എന്താണത്? താങ്ക്സ് ഡാ. നീ എന്നിട്ട് ബി റോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അയച്ചോ. ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടോളാം. ഓക്കെ, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതന്നെ കേസ് നോക്കട്ടെ ഗൈസ്. ഇതിന്റെ ഭയങ്കര ട്രിക്കിയാണ് ഇവിടുത്തെ കേസ്. ഇതൊന്ന് ബ്ലാക്കാ, ഇതൊക്കെ ഓറഞ്ചിന് ചേരും. ട്രാൻസ്പെറന്റ് തന്നെ ഇരിക്കും നല്ലത്. ട്രാൻസ്പെറന്റ് മതി തൽക്കാലത്തേക്ക്. ഞാൻ ട്രാൻസ്പെറന്റ് ഇടാം, എന്നിട്ട് ഞാൻ കൂടിയത് ഞാൻ ഓൺലൈൻ വഴി ഞാൻ വാങ്ങിച്ചോളാം. അതൊക്കെ അത്രയൊന്നും ക്ഷമയില്ല എനിക്ക്. ഓക്കെ, വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് ദ ന്യൂ 17? ഇത് പൊട്ടിച്ചതാണ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻ. അപ്പൊ സാറിന് ഞാനിത് 1/4 ഭാഗം വിലക്ക് തരില്ല. ഇതെന്താ വെള്ള കളർ, ചോക്കിന്റെ ഒക്കെ കളർ. നൈസ്. ബാഡാ. അപ്പൊ ശരിടാ, ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. എനിക്ക് വേണമെങ്കിൽ ആപ്പിൾ സെയിൽസ് ബോയ് ആയിട്ടൊക്കെ നിൽക്കാല്ലേ. സെയിൽസ്മാൻ ബോയ് ഒക്കെ പണ്ട് സെയിൽസ്മാൻ ആയിട്ട് നിൽക്കാം. ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് റേഞ്ച് ആയ ഐഫോൺ പ്രോയും പ്രോമാക്സും 17 പ്രോയും പ്രോമാക്സും പിന്നെ 17 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് സാർ. സാർ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്? കയ്യിൽ നിറച്ച് ആപ്പിളിന്റെ സാധനം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. വീട്ടിൽ തന്നെ ഒരു ഷോറൂം ഉണ്ടല്ലോടാ. അതെ സാറിന് ഈ പിങ്ക് കളറുണ്ടല്ലേ, പിങ്കിഷ് ബാർബി ഐഫോൺ 17 തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നൈസ്, രസമുണ്ട് കേട്ടോ. ഇത് ഐഫോൺ 16 ആണ് കേട്ടോ. അതല്ലേ ഈ പ്രാവശ്യം ഇത്രയും പിങ്ക് ഇല്ലല്ലോ. പച്ചന പിങ്ക്
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊള്ളാം പറഞ്ഞു. കേട്ടോ, നൈസ് പച്ച പിങ്ക് ഗൈസ്. അപ്പോൾ ഫോൺ വാങ്ങണമെങ്കിൽ നിങ്ങൾ ഐഫോൺ ഫോബിയാസി വന്നാൽ മതി ഗൈസ്. നമ്മൾ സ്ഥിരം ഫോൺ ഇവിടെ നിന്നാണ് എടുക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇതല്ല എൻ്റെ പഴയത്. അങ്ങനെ 16 Pro Max കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ 17 Pro Max ആയി ഗൈസ്. പുതിയ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന ഇനി വ്ളോഗും സാധനങ്ങളെല്ലാം 17 Pro Max ആയിരിക്കും. നമുക്ക് നോക്കാം ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഡിഫറൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. അതിൻ്റെ റിവ്യൂ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ചാനൽ വരുന്നതായിരിക്കും. സോ നല്ലൊരു കേസ് നോക്കട്ടെ കേസ്, ട്രാൻസ്പാരൻറ്റ് നോക്കിയിട്ട് അതും കൂടെ എടുത്തിട്ട് പോവാം. തൽക്കാലം ഇതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആ ഓറഞ്ച് കളർ കാണില്ല. കേസ് ഇതാണ് സ്പീച്ചനാ ഇതേതാ? ആ ട്രാൻസ്പെറൻറ്റ് ഇത് തന്നെയല്ലേ എൻ്റെ ഇരിക്കുന്നു. കാർത്തിക് തന്നെയല്ലേ എടുത്തത്? ഷോ ഡിമാൻഡ് ലാസ്റ്റ് പീസ് നമ്മൾ അടിച്ചു മാറ്റിയിരിക്കുക. നമ്മുടെ ഫോണ് മാറി പോവായിരുന്നു. സത്യം കേട്ടോ, ഇപ്പം എല്ലാവർക്കും ഒരു കളർ ഒരേ ഫോൺ അല്ലേ, വാൾപേപ്പർ കണ്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇതാണ് പുതിയ 17 Pro Max. രസമുണ്ട്, നല്ല ഫീൽ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. എനി കൈൻഡ് ഓഫ് ഐഫോണോ ആപ്പിൾ പ്രോഡക്ട്സോ വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് കോൺടാക്ട് ഐഫോൺ ഫോബിയാസ്. ഇവർക്കിപ്പോൾ സർവീസും തുടങ്ങി, EMI സംഭവങ്ങളെല്ലാം ഉണ്ട്. സോ എല്ലാവരും ഇവിടെ തന്നെ വന്ന് ഐഫോൺ എടുക്കുക ഗൈസ്. അത്യാവശ്യം നല്ല ഡീലും നല്ല റേറ്റിലുമാണ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ റെഗുലർലി ഇവിടെ വരുന്നത്. വിസിറ്റ് ഐഫോൺ ഫോബിയാസ്. അതാകുമ്പോൾ പുതിയ ഫോൺ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ചെയ്യാം, വാങ്ങിക്കുകയും ചെയ്യാം. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഗൈസ് വിത്ത് മൈ 17 Pro Max. ഇനിയിപ്പം വ്ളോഗൊക്കെ 17 Pro Maxലായിരിക്കും. എന്തൊക്കെയോ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. വീഡിയോ ക്വാളിറ്റി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. അത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്തായാലും ഒരു ലോങ് റേഞ്ച് റിവ്യൂ വരുന്നുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ ഗൈസ് നമ്മൾ മെക്സിക്കോ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഐഫോൺ വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിൽ. ഹോട്ട് സോസും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് ടക്കിറ്റോസ് എന്ന് തന്നെ കാക്കനാടുള്ളതാണ്. അവിടെ ഇതേപോലെ ഓരോരോ ബേസ് ചൂസ് ചെയ്യുക, ഫില്ലിങ് ചൂസ് ചെയ്യുക, സോസ് ചൂസ് ചെയ്യുക, ആഡ് ഓൺസ് ചൂസ് ചെയ്യുക, എന്നിട്ട് തിന്നുക. അപ്പോൾ നമ്മളങ്ങനെ ആദ്യമായിട്ട് മെക്സിക്കൻ ഫുഡ് ട്രൈ ചെയ്യട്ടെ ഗൈസ്. ലെറ്റ്സ് സീ ഹൗ ദ ടേസ്റ്റ് ഈസ്. ബൈ. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ ഐഫോൺ വാങ്ങിച്ചിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ നാളെ പോയി സിം ഒന്ന് സെറ്റാക്കണം. സിം ഞാൻ അറിഞ്ഞില്ല ഗൈസ്, അതായത് സിം സെറ്റാണെന്ന് അറിഞ്ഞില്ല, അതാണ് പറ്റിപ്പോയത്. അപ്പോൾ ബേസിക്കലി അതൊന്ന് നാളെ പോയി എയർടെല്ലിൽ പോയിട്ട് സെറ്റാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട ഫോൺ. അതുവരെ തൽക്കാലം സിമ്മ് മാറ്റി ഇതിലിട്ടേക്കാണ് വിവോയിൽ. കാർത്തികിൻ്റെ സെറ്റപ്പ് ഗൈസ്. വടി കിട്ടിയതോടുകൂടി അവൻ സിനിമാറ്റോഗ്രാഫറായി. ഓക്കെ, അവിടെ നമ്മളെ ടാക്കോസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ടാക്കോസ് കം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫില്ലിങ്സ്. അതാണ് ബൗള്. ആ അതല്ലേ മെക്സിക്കൻ്റെ ഒരു ഫ്ലേവർ. ഈ ഹബനാറോ, മാംഗോ ഹബനാറോ ഒക്കെ സിറാച്ചൻ സോസൊക്കെ ആഡ് ചെയ്യാണ്. നല്ല രസമുണ്ട് കാണാൻ, വെരി കളർഫുൾ ആസ് ഓൾവേസ്. മെക്സിക്കൻ ഫുഡ് ഇതാണ് ഗൈസ്, ഭയങ്കര ഹെൽത്തിയാണ് അത്യാവശ്യം. കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ടേസ്റ്റ് അറിയാൻ പറ്റും. നമ്മൾ തന്നെ ഗൈസ്. ഇത് നല്ല സൂപ്പർ സാധനം കേട്ടോ. ഈ റൈസ് ബോൾ, ബൊറീറ്റോ റൈസ് ബോൾ ഇഷ്ടപ്പെട്ടില്ലടാ? അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? അടിപൊളി സാധനം കഴിച്ചത്. മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സ്. ചോറുണ്ട്. കൺഫ്യൂഷനാവും എന്ത് ടേസ്റ്റാണ് വരാൻ പോണേന്നുള്ളത് അല്ലേ? നമുക്ക് ടാക്കോസ് കൂടെ വരാനുണ്ട്, അങ്ങനെ കഴിച്ചിട്ട് പറയാം. അങ്ങനെ ഗൈസ് നമ്മൾ മെക്സിക്കോ ഫുഡൊക്കെ അടിച്ച് വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ അതൊക്കെ അവനെ കൊണ്ട് അവൻ്റെ കാറിൻ്റെ അവിടെ വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോകുന്നതായിരിക്കും ഗൈസ്. അന്നത്തെ മെക്സിക്കൻ ഫുഡ് നല്ല ഹെവി ആയിരുന്നു, നല്ല രീതിയിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സോസൊക്കെ വെച്ച് കഴിക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഗൈസ്. അപ്പം വീണ്ടും ട്രൈ ചെയ്യാമെന്നുള്ളൊരു ഐറ്റമാണ്. സോ യെസ്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ടക്കിറ്റോസ് എന്നാണ് കടയുടെ പേര്.
സോ മെക്സിക്കൻ ഫുഡ് വേണമെങ്കിൽ വന്ന് നിന്ന് എക്സ്പെരിമെന്റ് ചെയ്യാം അല്ലടാ. ഓക്കെ, എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ കഴിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്നപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മുടെ ഫുഡ് എക്സ്പ്ലോറേഷൻ 8ാമത്തെ രാജ്യവും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തിനി നമ്മൾ പുതിയ ക്യുസീൻസ് കണ്ടുപിടിച്ചിട്ട് രാജ്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരുന്നതായിരിക്കും വിത്ത് ന്യൂ പരിപാടീസ്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. ബൈ. ഐഫോണും എടുത്ത് ഹാപ്പിയായി ഗൈസ്, മെക്സിക്കൻ ഫുഡ് കഴിച്ച്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. വിത്ത് ന്യൂ ഐഫോണിലായിരിക്കും നീ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഡിഫറൻസും റിവ്യൂവും എല്ലാം വഴിയെ കാണാം. ബൈ.